ആവേശം സിനിമ മോഡൽ പാർട്ടി നടത്തിയ ഗുണ്ടാ നേതാവ് കുറ്റൂർ അനൂപിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. രാത്രികാല പട്രോളിംഗ് ശക്തമാക്കി പോലീസ്. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയ 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയതായി പരാതി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവ് സംഭവിച്ചതായി ആക്ഷേപം. വേനൽ ചതിച്ചതോടെ ദുരിതത്തിലായി ചൂരക്കാട്ടുകര മുതുവറ കോൾപ്പടവിലെ കർഷകർ. വേനലിൽ നെല്ല് പതിരായതോടെ കർഷകർക്ക് കോടികളുടെ നഷ്ടം. തൃക്കുമാരം കുളത്തിൽ നിന്നുള്ള മാലിന്യവും ചെളിയും ലാലൂരിൽ നിക്ഷേപിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം. പ്രദേശത്ത് ദുർഗന്ധവും കൊതുക് ശല്യവും രൂക്ഷമാകുന്നതായി പരാതി. പാലപ്പള്ളി ജനവാസ മേഖലയിൽ പുലിയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. പുലിയിറങ്ങി പശുക്കുട്ടികളെ പിടികൂടിയ പ്രദേശത്താണ് അധികൃതർ ക്യാമറകൾ സ്ഥാപിച്ചത്. ഗുരുവായൂരിൽ ബഹുനില ഡോർമിറ്ററി ശുചിമുറി മന്ദിരം ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഭക്തർക്ക് തുറന്നു നൽകിയില്ല. വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും നിർവാഹമില്ലാതെ ഭക്തർ നട്ടം തിരിയുമ്പോഴാണ് ദേവസ്വം അനാസ്ഥ തുടരുന്നത്. സംസ്ഥാനത്ത് കാലവർഷം ഈ മാസം 31-നെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 7 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. വിശദമായ വാർത്തകളിലേക്ക്. ആവേശം സിനിമ മോഡൽ പാർട്ടി നടത്തിയ ഗുണ്ടാ നേതാവ് കുറ്റൂർ സ്വദേശി അനൂപിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. പാർട്ടി സംബന്ധിച്ച് അനൂപിൽ നിന്ന് വിശദമായ മൊഴി പോലീസ് ശേഖരിച്ചു. വിചാരണ തടവുകാരനായ അനൂപ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സന്തോഷത്തിലാണ് ഗുണ്ടാ സംഘം പാർട്ടി നടത്തിയത്. തൃശൂർ കുറ്റൂരിലെ പാടശേഖരത്തിലായിരുന്നു കുപ്രസിദ്ധ ഗുണ്ടകളടക്കം ആളുകളെ പങ്കെടുപ്പിച്ച് പാർട്ടി നടത്തിയത്. കഴിഞ്ഞ മാസം അവസാനം നടന്ന പാർട്ടിയുടെ ആഘോഷം ഇവർ തന്നെയാണ് ചിത്രീകരിച്ച് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. അതേസമയം ജില്ലയിൽ രാത്രികാല പട്രോളിംഗ് പോലീസ് ശക്തമാക്കി. DGPയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. കൺട്രോൾ റൂം വാഹനങ്ങളുടെ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കും. സംസ്ഥാന വ്യാപകമായി ഗുണ്ടകൾക്കും സാമൂഹ്യ വിരുദ്ധർക്കുമെതിരെ പോലീസ് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട 90 പേർക്കെതിരെയും വാറണ്ട് കേസിൽ പ്രതികളായ 153 പേർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിച്ചു. 53 പേരെ കരുതൽ തടങ്കലിലാക്കി. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയ 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയതായി പരാതി. മുണ്ടിനീരിന് ചികിത്സ തേടിയ കുട്ടിക്ക് നൽകിയത് പ്രഷറിന്റെ ഗുളിക. വരന്തരപ്പള്ളി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയ പാലപ്പള്ളി കാരിക്കുളം കുളത്തിലെ വളപ്പിൽ കബീറിന്റെ മകന് ഡോക്ടറുടെ കുറിപ്പോടെ വാങ്ങിയ മരുന്ന് ഫാർമസി ജീവനക്കാർ മാറി നൽകി എന്നാണ് പരാതി. മെയ് 3-നാണ് കബീർ മകനുമൊത്ത് ആരോഗ്യ കേന്ദ്രത്തിലെത്തിയത്. ഡോക്ടർ കുറിപ്പിൽ എഴുതിയത് കുട്ടികൾക്കുള്ള വേദനയുടെ മരുന്നായിരുന്നു. എന്നാൽ ഫാർമസിയിൽ നിന്ന് നൽകിയത് മുതിർന്നവർക്കുള്ള ശക്തി കൂടിയ പ്രഷറിന്റെ മരുന്നായിരുന്നു. 3 ദിവസം മരുന്ന് കഴിച്ച കുട്ടിക്ക് ഛർദിയും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 3 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് കുട്ടിക്ക് ആരോഗ്യം വീണ്ടുകിട്ടിയത്. ആശുപത്രി സൂപ്രണ്ടിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. TCV പുതുക്കാട്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവ് സംഭവിച്ചതായി പരാതി. ഇതേ തുടർന്ന് സൂപ്രണ്ടിന് പരാതി നൽകിയതായി മണലിത്തറ സ്വദേശി കണ്ടംമാട്ടിൽ അനീഷ് പറഞ്ഞു. കഴിഞ്ഞ മാർച്ച് 30-ന് അനീഷിന്റെ വാഹനത്തിൽ സഹോദരി ഭർത്താവ് എടപ്പാൾ സ്വദേശി കാഞ്ഞിരപ്പറമ്പിൽ പ്രവീണുമായി സഞ്ചരിക്കവേ പാർലിക്കാട് വെച്ച് വാഹന നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ചു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ പ്രവീണുമായി നാട്ടുകാർ ചേർന്ന് മെഡിക്കൽ കോളേജിലെത്തിച്ചു. പിറകെ ചെന്നിരുന്ന അനീഷും സഹായികളും എത്തുന്നതുവരെ വൈദ്യസഹായങ്ങൾ നൽകാതെ പ്രവീണിനെ കിടത്തി. പിന്നീട് എക്സ്റേ, CT സ്കാൻ, മറ്റ് ടെസ്റ്റുകൾ എന്നിവയിൽ രോഗിയുടെ ഒരു കാലിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ടെന്നും മറ്റ് പ്രശ്നങ്ങളില്ലാത്തതിനാൽ അടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നുമുള്ള തെറ്റായ വിവരങ്ങളാണ് ഡ്യൂട്ടി ഡോക്ടർ നൽകിയത്. ഒരു കാലിൽ പ്ലാസ്റ്റർ ഇട്ട് രാത്രി മുഴുവനും പിറ്റേ ദിവസം രാവിലെയും ഗുരുതര പരിക്കേറ്റ രോഗിയെ അത്യാഹിത വിഭാഗം വരാന്തയിൽ കിടത്തി. പിന്നീട് രോഗി പാനിക്കായി ഓരോന്ന് പറയുന്നുവെന്നും വീട്ടിൽ പോയി വിശ്രമിച്ചാൽ മതിയെന്നും ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു. അവര് പ്രാഥമിക അടിസ്ഥാനത്തിൽ നടത്തേണ്ട എല്ലാ ടെസ്റ്റുകളും എടുത്തതിന് ശേഷം അവിടുന്ന് ഡോക്ടർമാർ തന്ന റിപ്പോർട്ട് അനുസരിച്ച് ആകെ ആളൊരു കാലിനൊരു ഒടിവ് മാത്രമേ ഉള്ളൂ എന്നാണ് റിപ്പോർട്ട് തന്നത്. 31-ാം തീയതി രാവിലെ ഡോക്ടർ പറഞ്ഞത് ഒരു കുഴപ്പമില്ല, ഡിസ്ചാർജ് ചെയ്ത് നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോളൂ, വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്താൽ മതി. ആള് പാനിക്കായിട്ട് പേടിച്ചുകൊണ്ട് പറയുന്നതാണെന്ന് പറഞ്ഞു. എന്തൊരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന രീതിയിൽ ഞാൻ ജൂബിലി മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയും അവിടെ എടുത്ത ടെസ്റ്റുകളിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ 11 വാരിയലുകളാണ് പൊട്ടിയിരുന്നത്. 11 വാരിയല് പൊട്ടിയിട്ട് ലെൻസിന് നല്ല ചതവും ഗ്രേഡ് 2 ഇഞ്ചറി കിഡ്നിക്കും ഉണ്ടായിരുന്ന വ്യക്തിയെ ആ ഒരു ദിവസം രാത്രി അങ്ങനെ ഇട്ടു. ഫ്ലൂയിഡും അതുപോലെ തന്നെ ഇന്റർണൽ ബ്ലീഡിങ്ങും ലെൻസിലേക്ക് നിറഞ്ഞുകൊണ്ട് ഗുരുതരമായിട്ട് ആരോഗ്യ പ്രശ്നത്തിലേക്ക് ആൾ പോയി. അതായത് ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന രീതിയിലേക്ക് പോയി.
തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെടുത്ത ചെസ്റ്റ് എക്സ്റേയിലാണ് 11 വാരിയെല്ലുകൾ പൊട്ടിയിട്ടുണ്ടെന്നും ഉള്ളിൽ രക്തസ്രാവമുണ്ടെന്നും കഴുത്തെല്ല്, നട്ടെല്ല്, തോളെല്ല് എന്നിവയ്ക്ക് പൊട്ടലുകളുണ്ടെന്നും കണ്ടെത്തിയത്. ടെസ്റ്റുകളിൽ ഗുരുതര പരിക്കുകൾ കണ്ടെത്തിയ രോഗി ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. സംഭവത്തിൽ നിയമപരമായ വകുപ്പ് തല അന്വേഷണം വേണമെന്നും കോടതിയിൽ നിയമപരമായി കേസ് ഫയൽ ചെയ്യാനും ആലോചിക്കുന്നതായി അനീഷ് പറഞ്ഞു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. വേനൽ ചതിച്ചതോടെ ദുരിതത്തിലായി ചൂരക്കാട്ടുകര മുതുവറ കോൾപ്പടവിലെ കർഷകർ. കടുത്ത വേനലിൽ നെല്ല് പതിരായതോടെ 3.5 കോടിയിലേറെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. വേനൽ കടുത്തതോടെ ലക്ഷങ്ങളിറക്കി കൃഷി ചെയ്ത കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത്. ഏറെ പ്രതീക്ഷയോടെയാണ് ഇവർ ചൂരക്കാട്ടുകര മുതുവറ കോൾപ്പടവിൽ കൃഷി ഇറക്കിയത്. പ്രതീക്ഷിച്ച വിളവ് കിട്ടിയില്ലെന്ന് മാത്രമല്ല, കടുത്ത വേനലിൽ നെല്ല് പതിരായതോടെ ഇവർ ദുരിതത്തിലായി. മുതുവറ ചൂരക്കാട്ടുകര കോൾപ്പടവിലെ 250ഓളം വരുന്ന ഏക്കർ കൃഷി നശിച്ചിരിക്കുകയാണ്. കൊടും ചൂട് കാരണം കതിര് വന്ന നെല്ലെല്ലാം ഉണങ്ങിപ്പോയത് മൂലം കൃഷിയെല്ലാം നശിച്ചിരിക്കുകയാണ്. നെല്ല് പകുതി ഭാഗം പോലും നെല്ല് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കർഷകർക്ക് വൻതോതിലുള്ള നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ കർഷകരുടെ ഈ നഷ്ടത്തിൽ നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ നിലം പണിതിട്ട് വളരെ കഷ്ടപ്പെട്ട് പണിതുണ്ടാക്കുന്ന നെല്ല് ഈ വെയിലിൻ്റെ ചൂട് കൊണ്ട് പതിരായി നശിച്ചു പോയിരിക്കുകയാണ്. ഏക്കർ കണക്കിന് ഭൂമികൾ ചൂട് കൊണ്ടും വരൾച്ച കൊണ്ടും നെല്ല് പതിരായുകയും കൃഷിക്കാർക്ക് നെല്ല് ഗുണപരമായി കിട്ടുന്നില്ല. ഒന്നിച്ചില്ലാണ്ട് ഏക്കർ കൊയ്ത് കഴിഞ്ഞാൽ വെറും 7 ചാക്ക് നെല്ലാണ് കിട്ടുന്നത്. ഒരു 2 കിൻഡൽ നെല്ല് പോലും തികച്ച് കിട്ടാത്തൊരു അവസ്ഥയിലാണ് ഈ പടവുകളിൽ കിടക്കുന്ന സ്ഥിതി. കാലാവസ്ഥ വ്യത്യാസം കൊണ്ട് പ്രകൃതിക്ഷോഭത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഇതിൻ്റെ മെയിൻ കാരണം. അത് എല്ലാ കൊല്ലം ഓരോ ഏക്കർ നിലം പണിത് കഴിഞ്ഞാൽ 20 കിൻഡൽ നെല്ലുകൾ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്ഥാനത്ത് വെറും 5 ചാക്ക് 6 ചാക്ക് 2 കിൻഡ് 2.5 കിൻഡ് 3 കിൻഡാണ് പലർക്കും കിട്ടിയിട്ടുള്ളത്. ആൾക്കാരുടെ പണം വെച്ചും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും കഷ്ടപ്പെട്ട് പണിതുണ്ടാക്കിയ ഈ കൃഷിഭൂമിയെ ആ ഭൂമി പണിതുണ്ടാക്കിയിട്ട് അനുഭവിക്കാനുള്ള യോഗം കൃഷിക്കാർക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അകമഴിഞ്ഞ സഹായം ഈ കൃഷിക്കാർക്ക് ഉണ്ടാകണമെന്നും ഈ കൃഷിക്ക് നഷ്ടം വന്ന ഒരു ഏക്കറയ്ക്ക് ഒരു 40,000 രൂപ വെച്ച് അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. 3.5 കോടിയോളം രൂപ നഷ്ടമുണ്ടായ സാഹചര്യത്തിൽ കൃഷിക്ക് നേതൃത്വം നൽകിയ അടാട്ട് ഫാർമേഴ്സ് ബാങ്കും സർക്കാരും അടിയന്തരമായി ഇടപെടണമെന്നും നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. അടാട്ട് ഫാർമേഴ്സ് ബാങ്കിൻ്റെ കീഴിൽ ഒരു 6-7 പടവുകൾ കൃഷി വളരെ ലാഭകരമായി ചെയ്യാറുള്ളതാണ് കഴിഞ്ഞ വർഷം വരെ. ഈ വർഷത്തെ കൃഷി വളരെ സാഹചര്യങ്ങളും കാലാവസ്ഥ പ്രശ്നങ്ങളും നെല്ല് കതിര് വന്നതിന് ശേഷം ഉഷ്ണതരംഗം ചൂട് കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കതിര് വന്ന നെല്ലുകളെല്ലാം പാലുകൾ ഞങ്ങൾ കൃഷി ഓഫീസർമാരായിട്ടും കൃഷി സംബന്ധമായ ശാസ്ത്രജ്ഞരെ കൊണ്ട് അത് പരിശോധിച്ചപ്പോൾ ഈ ചൂടാണ്, ഇതിന് അസഹ്യമായ ചൂട് കാരണം കൊണ്ട് ഈ കതിര് വന്ന നെല്ലിൻ്റെ ഉള്ളിലുള്ള പാലൊക്കെ വറ്റിപ്പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാണ് അവർ പറയുന്നത്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായ പഠനങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും വർഷങ്ങളായി കാലങ്ങളായി അല്ലെങ്കിൽ അവരുടെ കുടുംബ ജീവിത സംവിധാനങ്ങൾ പാരമ്പര്യ കൃഷിക്കാരെന്നുള്ള നിലയ്ക്ക് ഇത്തരം പടവുകളിലൊക്കെ വളരെ ലാഭകരമായി തന്നെയാണ് കൃഷി ചെയ്യൽ പതിവ്. ഇത്തരമൊരു അവസ്ഥ ഒരു 35-40 കൊല്ലത്തിനുള്ളിൽ ഉണ്ടായിട്ടില്ല എന്നാണ് സ്ഥിരം കർഷകരായ എല്ലാ കൃഷിക്കാരും പറയുന്നത്. ഇപ്പം ഞാൻ തന്നെ ഒരു 1.5 ഏക്കർ കൃഷി ചെയ്ത ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 62-64 ചാക്ക് നെല്ല് കിട്ടാറുള്ളത് 8 ചാക്ക് നെല്ലാണ് കിട്ടിയത്. നമ്മുടെ ഈ മുതുവറ ചൂരക്കാട്ടുകര പടവിൽ അതുപോലെ അടാട്ട് പഞ്ചായത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലുള്ള കൃഷിക്കാർ ഈ വളരെ ശ്രദ്ധയോടെ കൃഷി ചെയ്ത് നമ്മുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വർഷത്തെ വെള്ളപ്പൊക്കവും അതുപോലെ വരൾച്ചയും ഉള്ളതുകൊണ്ട് ഈ വളരെയധികം നഷ്ടം സംഭവിച്ചു. എങ്കിൽ നഷ്ടം സംഭവിച്ചു എന്ന് കൂടാതെ തന്നെ ഈ കൊയ്ത നെല്ല് നേരത്തെ ഇവിടെ കാണിച്ചതാണ്. ഒരുപാട് സ്ഥലത്തിൽ ഇവിടെ ചോരുകൊട്ടാവിലും അതുപോലെ മുതുവറ ക്ഷേത്ര മൈതാനിയിലും നെല്ല് കെട്ടിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ദിവസങ്ങളോളമായിട്ട് ആഴ്ചകളോളം 1.5 ആഴ്ചയായിട്ടും കൊണ്ടുപോകാത്ത കമ്പനിക്കാർ ആയിട്ടുള്ള സർക്കാരിൻ്റെ അനാസ്ഥ അത് വളരെയധികം ഇവിടേക്ക് ബാധിച്ചിട്ടുണ്ട്.
നേരത്തെ മഴയിൽ കൃഷി നശിച്ചതോടെ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് നശിച്ചിരുന്നത്. വേനൽ കൂടി ചതിച്ചതോടെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് കർഷകർക്ക് ഉണ്ടായത്. വേനൽ ചൂട് ഇത്തവണ കർഷകരെ ചതിച്ചു. അതുകൊണ്ട് തന്നെ കോടികളുടെ നഷ്ടമാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ഇനിയെങ്കിലും നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ഷിബി ഫോട്ടോറിനോടൊപ്പം ശ്രീകേഷ് വെള്ളാൻകര, TCB ന്യൂസ്. ലാലൂരിൽ തൃക്കുമാരംകുടം കുളത്തിൽ നിന്നുള്ള മാലിന്യവും ചളിയും വ്യാപകമായി നിക്ഷേപിച്ചതിൽ പ്രതിഷേധം. ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിലും കൊതുക് ശല്യം രൂക്ഷമായ അവസ്ഥയിലും മാലിന്യ നിക്ഷേപം അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഡിവിഷനാണിത്. ഡെങ്കിപ്പനിയും വേനൽക്കാല രോഗങ്ങളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു മാലിന്യ നിക്ഷേപം ഇവിടെ നടക്കുന്നത്. അയ്യന്തോൾ തൃക്കുമാരംകുടം കുളം നവീകരണത്തിന്റെ ഭാഗമായാണ് കുളത്തിൽ നിന്നുള്ള ചളിയും മാലിന്യങ്ങളും വ്യാപകമായി ഇവിടെ കൊണ്ടിടുന്നത്. ലാലൂര് പഴയ മാലിന്യം ട്രെഞ്ചിങ് ഗ്രൗണ്ടായിരുന്നു. അതിപ്പോൾ മാറിപ്പോയിട്ട് 10 കൊല്ലം കഴിഞ്ഞു. വീണ്ടും ലാലൂര് മാലിന്യം ട്രെഞ്ചിങ് ഗ്രൗണ്ടായി വരുന്നു. ഇത് ആരുടെ അനുമതിയാണോ എന്താണോ എന്നറിയില്ല. ഇവിടുത്തെ കൗൺസിലർക്ക് ഈ കാര്യം അറിയില്ല. കഴിഞ്ഞൊരു മാസത്തോളമായി ഇവിടെ കുളത്തിലത്തെ മാലിന്യം കൊണ്ട് തള്ളി തുടങ്ങിയിട്ട് ഇന്ന് നിന്നിട്ടില്ല. രാത്രിയും പകലായിട്ടും മാലിന്യം ഇവിടെ തള്ളുന്നുണ്ട്. ഇതിനൊരു അറുതി ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരോടും കൂടിയിരിക്കുന്നതും ഈ വണ്ടികൾ ഇവിടെ ഞങ്ങൾ പിടിച്ചു നിർത്തിയേക്കുന്നതും. PK ഷാജൻ കൗൺസിലറിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് അല്ലാന്നാണ് ആൾ പറയണത്. ആൾ ഈ കഴിഞ്ഞതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയണത്. പക്ഷേ ഇത്രയും വലിയൊരു സംഭവം ഇവിടെ നടക്കുമ്പോൾ കൗൺസിലർ അറിയാണ്ട് നിൽക്കുന്നത് എങ്ങനെയാണോ എന്താണോ എന്നുള്ളത് അറിയില്ല. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളും കളിക്കുന്നത് തൊട്ടപ്പുറത്ത് ചുറ്റും വീടുള്ളതാണ്. നാറ്റം ഞങ്ങളെ ഓർമ്മയിൽ നിന്ന് പോയിട്ടില്ല. ഒരു 10-20 കൊല്ലം മുന്നേ, 10-15 കൊല്ലം മുന്നേ ഞങ്ങൾ മൂക്ക് പൊത്തിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയം ഉണ്ടായിരുന്നു. വീണ്ടും ആ സ്ഥിതിയിലേക്കാണ് ഞങ്ങളെ കൊണ്ട് എത്തിക്കുന്നത്. ഈ മാസം 6-ാം തീയതി മുതൽ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിക്കുന്നത്. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തോട് നിരവധി തവണ പരാതി ഉന്നയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്നും പ്രദേശത്ത് ദുർഗന്ധവും കൊതുക് ശല്യവും രൂക്ഷമാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ഇതിപ്പോൾ നമ്മുടെ ലാലൂര് പഴയ ലാലൂര് ട്രെഞ്ചിങ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ നോക്കിയപ്പോൾ കൗൺസിലറിൻ്റെ ഇതിൽ PK ഷാജിൻ്റെ ഇതിൽ അറിവിലല്ല ഇത് വന്നിട്ടുള്ളത്. സ്റ്റേഷനിൽ നിന്നുള്ള റിപ്പോർട്ടിന് വന്നിട്ടുള്ളത്. കുളത്തിലെ മാലിന്യം തന്നെ അടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് സെപ്റ്റി ടാങ്കിലത്തെ മാലിന്യം പോലെ നമുക്ക് കണ്ടു പോകുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു അംഗൻവാടി ഉണ്ട്. 2 അംഗൻവാടിയാണ് ഇവിടെ ഉള്ളത്. തൊട്ടപ്പുറത്ത് 3 ഉണ്ട് മൊത്തം അംഗൻവാടി. ഇതിൻ്റെ സെൻട്രലിന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ കിടക്കുന്ന വണ്ടികൾ ഫുള്ളും 6-ാം തീയതി മുതൽ അടിച്ചു തുടങ്ങിയിട്ടുള്ളതാണ് ഇതിപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടിപ്പോൾ ഇന്നലെ മണി ഞാനൊക്കെ നോക്കുമ്പോൾ വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ 4 വണ്ടീന് വന്നടിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് രാത്രി ഒന്നും അടിച്ചിട്ടുണ്ടായിരിക്കണം. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ. ഇവിടെ ഈച്ചശല്യമുണ്ട്, സ്മെല്ലുണ്ട്, പിന്നെ ഡെങ്കിപ്പനി ഈ പരിസരത്തൊക്കെ ഉണ്ട്. പിന്നെ ഈ വണ്ടി വരുന്ന വഴിയിൽ കംപ്ലീറ്റ് ചേറ് വീണ് നടക്കുന്നത്. വണ്ടിക്കാർ ബൈക്കാർക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴും നിന്നിട്ടില്ല. ഇപ്പോഴും 4 വണ്ടി നിന്നുണ്ട്. മഴ ശക്തമായാൽ ഈ പ്രദേശത്ത് ചെളിക്കുളമായി മാറും. പോലീസിൽ പരാതി അറിയിച്ചതോടെ ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി അനധികൃതമായി മാലിന്യ വേസ്റ്റ് തട്ടിയ വാഹനങ്ങളുടെ ഡ്രൈവർമാരോട് കർശന നിർദ്ദേശം നൽകിയതോടെ ഇവർ പിന്മാറുകയായിരുന്നു. ഇന്നൊരു വണ്ടി വരണ്ടാ. ഇവിടുത്തെ കൗൺസിലറെ വിളിച്ചപ്പോൾ കൗൺസിലർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ വണ്ടി തിരിച്ചുകൊണ്ടു. വ്യാപകമായ രീതിയിലാണ് കുളത്തിൽ നിന്നുള്ള വേസ്റ്റും അതുപോലെ തന്നെ ചെളിയുമെല്ലാം ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. ലാലൂരിനെ ഇനിയും മറ്റൊരു ലാലൂരാക്കാൻ അനുവദിക്കില്ല എന്നു തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. എത്രയും പെട്ടെന്ന് നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ക്യാമറമാൻ ആഷിഖിനോടൊപ്പം ശ്രീകേഷ് വെള്ളാൻകര, TCB ന്യൂസ്. പാലപ്പള്ളി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലിയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. പുലിയിറങ്ങി പശുക്കുട്ടികളെ പിടികൂടിയ പ്രദേശത്താണ് അധികൃതർ ക്യാമറകൾ സ്ഥാപിച്ചത്. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് പുലിയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചതിന് ശേഷം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് വനംവകുപ്പിന്റെ ശ്രമം. ഇതിനായി കാരിക്കുളം, മുപ്പിളി, കുണ്ടായി എന്നിവിടങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. ഒരാഴ്ചക്കിടെ 3 തവണ പുലിയിറങ്ങി 3 പശുക്കുട്ടികളെയും 1 മാനിനെയും പിടികൂടിയ പശ്ചാത്തലത്തിലാണ് വനംവകുപ്പിന്റെ നീക്കം. പ്രദേശത്ത് വെള്ളിക്കുളങ്ങര റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന കാരിക്കുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപവും കന്നാറ്റുപാടം സ്കൂളിന് സമീപത്തുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പശുക്കുട്ടിയെ പുലി പിടികൂടിയത്. കാരിക്കുളം പഴയ റേഷൻ കടയ്ക്ക് സമീപം മാനിനെയും പുലി ആക്രമിച്ചിരുന്നു. തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ വൈകിട്ടാണ് പാടികൾക്ക് സമീപം എത്തുന്നത്. രാത്രികളിൽ കന്നുകാലികളെ പുലി ആക്രമിക്കുന്നതും പതിവാണ്. പുലിയുടെ ആക്രമണം ഭയന്ന് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി പാടികളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഏറെയുള്ള പ്രദേശത്താണ് നിരന്തരം പുലി ഇറങ്ങുന്നത്. 2 ആഴ്ച മുൻപ് കുണ്ടായി ചൊക്കന ഭാഗത്ത് റോഡ് മുറിച്ചു കടന്ന പുലിയെ അതുവഴി വന്ന കാർ യാത്രക്കാർ കണ്ടിരുന്നു. അതേസമയം
തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ പ്രദേശത്തുണ്ടാകുന്നതാണ് പുലി ജനവാസ മേഖലയിലേക്ക് നിരന്തരം എത്താൻ കാരണമെന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അലഞ്ഞു നടക്കുന്ന കന്നുകാലികളെ മാറ്റി സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജോബിൻ ജോസഫ് വരന്തരപ്പള്ളി പഞ്ചായത്ത് അധികൃതർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. TCV പുതുക്കാട്. ഗുരുവായൂരിൽ വഴിപാടായി സമർപ്പിച്ച ബഹുനില ഡോർമിറ്ററി ശുചിമുറി മന്ദിരം ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഭക്തർക്ക് തുറന്നു നൽകിയില്ല. വിശ്രമിക്കാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും നിർവാഹമില്ലാതെ ഭക്തർ നട്ടം തിരിയുമ്പോഴാണ് ദേവസ്വത്തിന്റെ അനാസ്ഥ. ദിനംപ്രതി ആയിരങ്ങളെത്തുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് അല്പനേരമൊന്ന് വിശ്രമിക്കണമെങ്കിലോ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിലോ അല്പം ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിലാണ് ഗുരുവായൂരപ്പ ഭക്തനായ മുംബൈ വ്യവസായി സുന്ദര അയ്യർ 5 കോടിയോളം രൂപ ചെലവിട്ട് തെക്കേനടയിൽ ഡോർമിറ്ററി ശുചിമുറി മന്ദിരം നിർമ്മിച്ചു നൽകിയത്. ആധുനിക രീതിയിലുള്ള ശുചിമുറികൾ, വിശ്രമിക്കാനുള്ള ഇടം, ഭക്തരുടെ ബാഗുകളും മറ്റ് സാധനങ്ങളും സൂക്ഷിക്കാൻ ആവശ്യമായ ലോക്കറുകൾ തുടങ്ങിയ സൗകര്യങ്ങളാണ് മന്ദിരത്തിലുള്ളത്. ലിഫ്റ്റ് സൗകര്യത്തോടെ 3 നിലകളിലായി പണിതിട്ടുള്ള മന്ദിരം കഴിഞ്ഞ ഏപ്രിൽ 5-ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. ഏപ്രിൽ 5-ന് സുന്ദരയ്യരും കുടുംബവും മന്ദിരത്തിന്റെ താക്കോൽ ദേവസ്വത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് പൂട്ടിയ മന്ദിരം 3 മാസത്തോളമായിട്ടും ഭക്തർക്ക് തുറന്നു നൽകിയിട്ടില്ല. സൗകര്യങ്ങൾ പൂർത്തിയാകാത്തതാണ് മന്ദിരം തുറന്നു നൽകാൻ വൈകുന്നതെന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത്. എന്നാൽ നടത്തിപ്പ് സംബന്ധിച്ച ആശയക്കുഴപ്പമാണ് മന്ദിരം തുറന്നു നൽകാൻ കാലതാമസമെന്നാണ് ഭക്തരുടെ ആരോപണം. അവധിക്കാലവും വൈശാഖ മാസവുമായതിനാൽ ക്ഷേത്രത്തിൽ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മന്ദിരം തുറന്നു നൽകിയാൽ ഭക്തർക്ക് വലിയ ആശ്വാസമാകും. അനാസ്ഥ കൈവെടിഞ്ഞ് മന്ദിരം എത്രയും പെട്ടെന്ന് തുറന്നു നൽകണമെന്നാണ് ഭക്തരുടെ ആവശ്യം. TCV ഗുരുവായൂർ. സംസ്ഥാനത്ത് കാലവർഷം ഈ മാസം 31-ന് എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 7 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ശനിയാഴ്ച പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ഞായറാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലയിലും തിങ്കളാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കുന്നംകുളം നഗരത്തിൽ നിന്നും 4 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. നാടോടി സംഘത്തിൽപ്പെട്ട നിലവിൽ തൃശൂർ താമസക്കാരിയായ ഷമീറയുടെ മകൾ അതുല്യയെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പരാതിയിൽ പറയുന്നു. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കുന്നംകുളത്തെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിനിടെ കുട്ടിയെ പെട്ടെന്ന് ഒരാൾ എടുത്തുകൊണ്ട് ഓടുകയായിരുന്നുവെന്ന് പറയുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയുടെ പിതാവാണ് കുട്ടിയെ എടുത്തുകൊണ്ടുപോയതെന്ന നിഗമനത്തിലാണ് പോലീസ്. സംഭവത്തിൽ കുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മേഖലയിലെ CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നുവരികയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കുട്ടിയുടെ അമ്മയും അച്ഛനും അകന്നു കഴിയുകയാണെന്ന് പറയുന്നു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തില്ല. പരിവാഹൻ സൈറ്റ് തകരാറിലായതിനെ തുടർന്നാണ് ടെസ്റ്റുകൾ ശനിയാഴ്ച വരെ നിർത്തിവെച്ചത്. അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കഴിഞ്ഞ 14 ദിവസമായി നടത്തിവന്ന സമരം വിജയിച്ചതിനെ തുടർന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ആഹ്ലാദ പ്രകടനം നടത്തി. സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത്താണി ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിന് സംയുക്ത സമരസമിതി നേതാക്കളായ ജയശങ്കർ വിളക്കപ്പള്ളി, ശശി പ്രകാശ്, ഷിജു മാട്ടിൽ, പെപ്പിൻ ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിവന്നിരുന്ന സമരം ഒത്തുതീർപ്പായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ നേരിടുന്ന ദുരനുഭവങ്ങൾ സംബന്ധിച്ച പരാതിയിൽ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരി നൽകിയ പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. ദർശനം ലഭിക്കുന്നതിലെ കാലതാമസം, ക്യൂ നിയന്ത്രണത്തിലെ അപാകതകൾ എന്നിവ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ദേവസ്വം ജീവനക്കാർ വളരെ മോശമായാണ് ഭക്തരോട് ഇടപെടുന്നതെന്നും പരാതിയിൽ പറയുന്നു. ജില്ലാ കളക്ടർ, പോലീസ് കമ്മീഷണർ എന്നിവർക്കും മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. നടപടി സ്വീകരിച്ച റിപ്പോർട്ട് 4 ആഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. NK അക്ബർ MLAയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയത്. നവീകരണ പ്രവർത്തികൾക്കായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചിട്ടുണ്ട്. ഗുരുവായൂർ മാവിൻ ചുവട് KSRTC ബസും മിനി ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 17 പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. KSRTC ഡ്രൈവർ പിറവം സ്വദേശി വാണിനിരപ്പിൽ അഭിലാഷ്, കണ്ടക്ടർ പിറവം സ്വദേശി അനു, ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ ആലപ്പുഴ സ്വദേശി ജിതിൻ, ബസ്സിലെ യാത്രക്കാരും ചേർത്തല സ്വദേശികളുമായ ആലക്കുന്ന് കോളനിയിൽ ശിശിര, ലാലൻ, രതീഷ്, മിഥുൻ, സുനിത, ശ്യാം, നാജിമോൻ,
നാസില, ശ്രീഹരി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആലപ്പുഴയിൽ നിന്ന് പഴനിയിലേക്ക് പോകും വഴി ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പോവുകയായിരുന്ന മിനി ടൂറിസ്റ്റ് ബസും തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന KSRTC സൂപ്പർ ഫാസ്റ്റുമാണ് കൂട്ടിയിടിച്ചത്. മുന്നിൽ പോവുകയായിരുന്ന ഓട്ടോറിക്ഷ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ വലതുവശത്തേക്ക് തിരിച്ച ഉടൻ മിനി ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്ന് KSRTC ഡ്രൈവർ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻവശം ഭാഗികമായി തകർന്നു. അപകടത്തെ തുടർന്ന് ഗുരുവായൂർ തൃശൂർ റൂട്ടിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപം യാത്രക്കാരെ കയറ്റാൻ നിർത്തിയ സ്വകാര്യ ബസ്സിന് പുറകിൽ മിനി വാൻ ഇടിച്ച അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. മരത്തംകോട് സ്വദേശി ശേഖരത്ത് വീട്ടിൽ അനിലിനാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ജോഷിമോൻ ബസിന്റെ പുറകിൽ ഒമിനി വാൻ ഇടിക്കുകയായിരുന്നു. സ്വകാര്യ ബസ് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി നിർത്തിയ സമയത്താണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഒമിനി വാനിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. വാനിന്റെ മുൻവശം വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റയാളെ പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഇരിങ്ങാലക്കുടയിൽ നിയന്ത്രണം വിട്ട കാർ ചായക്കടയിലേക്ക് ഇടിച്ചു കയറി അപകടം. പൂതംകുളം ജംഗ്ഷന് സമീപത്തുള്ള ഇരിങ്ങാലക്കുട സ്വദേശി ഉണ്ണിയുടെ ഉടമസ്ഥതയിലുള്ള ടീ സ്പോട്ട് എന്ന കടയിലേക്കാണ് പുത്തൻതോട് സ്വദേശി വിപിൻ ഓടിച്ചിരുന്ന കാർ ഇടിച്ചു കയറിയത്. കടയിലുള്ളവർ ഓടിമാറിയെങ്കിലും ടീ മാസ്റ്റർ കൃഷ്ണന് പരിക്കേറ്റു. കടയുടെ മുൻവശത്തുള്ള ചില്ലുകളും തകർന്നു. സമീപത്തെ പറപ്പുക്കര സ്വദേശി ഔസേപ്പിന്റെ കടയുടെ മുൻവശവും തകർന്നിട്ടുണ്ട്. ഇരിങ്ങാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കാർ ഓടിച്ചു പഠിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമിക വിവരം. പെരിഞ്ഞനത്ത് ബൈക്കിലെത്തിയ സംഘം വയോധികന്റെ മാല കവർന്നു. കൊറ്റംകുളം വാട്ടർ ടാങ്കിന് സമീപം പെട്ടിക്കട നടത്തുന്ന താണിയത്ത് വീട്ടിൽ രാമകൃഷ്ണന്റെ 1.25 പവൻ വരുന്ന സ്വർണ്ണമാലയാണ് കവർന്നത്. കടയുടെ മുൻവശത്ത് റോഡരികിൽ ഇരിക്കുകയായിരുന്ന രാമകൃഷ്ണന്റെ മാല പൊട്ടിച്ച് ബൈക്കിലെത്തിയ സംഘം രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ഉള്ളൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും വിൻസെന്റ് ഡി പോൾ സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ ഡെങ്കിപ്പനി ദിനാചരണം സംഘടിപ്പിച്ചു. ഉള്ളൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ജില്ലാതല ഡെങ്കിപ്പനി ദിനാചരണം ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ KN സതീഷ് ഉദ്ഘാടനം ചെയ്തു. ഉള്ളൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ PA പ്രിയ അധ്യക്ഷയായിരുന്നു. ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ G സന്തോഷ്, ബയോളജിസ്റ്റ് സുനിൽകുമാർ, ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ സോണിയ ജോണി തുടങ്ങിയവർ സംസാരിച്ചു. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് മാറ്റം വരുത്തിയിരുന്ന സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയം സാധാരണ നിലയിലാക്കി. രാവിലെ 8 മുതൽ 12 വരെയും വൈകുന്നേരം 4 മുതൽ 7 വരെയുമായിരിക്കും വെള്ളിയാഴ്ച മുതൽ റേഷൻ കടകൾ പ്രവർത്തിക്കുക. പുത്തൂർ തുളിയാംകുന്ന് നേന്ത്രവാഴ കർഷകനോട് KSEBയുടെ ക്രൂരത. പുത്തൂർ തോണിപ്പാറ സ്വദേശി വെളിയത്തുപറമ്പിൽ ഷൈജന്റെ 6 മാസം പ്രായമായ നേന്ത്രവാഴകളുടെ തണ്ടുകളാണ് വെട്ടിമാറ്റിയത്. വൈദ്യുതി ലൈന് തടസ്സമില്ലാതിരിക്കാനാണ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ 20ഓളം വാഴകളുടെ തണ്ടുകൾ വെട്ടിമാറ്റിയത്. പട്ടത്തിനടുത്ത സ്ഥലത്താണ് ഷൈജൻ കൃഷി ചെയ്യുന്നത്. 400ഓളം വാഴകളാണ് ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്തിട്ടുള്ളത്. കയ്പമംഗലം 3 പീടികയിൽ പടക്കക്കടയിൽ കയറി യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ മുഖ്യപ്രതിയെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ചെളിങ്ങാട് സ്വദേശി വൈപ്പിൻകാട്ടിൽ അജ്മലാണ് അറസ്റ്റിലായത്. വിഷു ദിവസം സുഹൃത്തിന്റെ പടക്കക്കടയിൽ നിന്നിരുന്ന പെരിഞ്ഞനം പത്രമുക്ക് സ്വദേശി കാരിക്കുറ്റി വീട്ടിൽ സുധീഷനെയാണ് പ്രതി കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കേസിലെ മറ്റൊരു പ്രതി കുരിക്കുഴി സ്വദേശി പണിക്ക് വീട്ടിൽ ഇജാസിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. 15 വയസ്സുകാരിയെ വീട്ടിൽ അതിക്രമിച്ച് കയറി ലൈംഗിക പീഡനം നടത്തിയ കേസിൽ 19കാരന് ജീവപര്യന്തം തടവും 4,75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മുല്ലശ്ശേരി ആനത്താഴത്ത് വീട്ടിൽ അതുലിനെയാണ് ചാവക്കാട് അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി അന്യാസ് തയ്യൽ ശിക്ഷിച്ചത്. മറ്റ് വകുപ്പുകളിലായി 15 വർഷം കഠിന തടവും വിധിച്ചിട്ടുണ്ട്. പിഴ അടയ്ക്കാത്ത പക്ഷം 2 വർഷവും 4 മാസവും കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. 2022 കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. വൈശാഖ മാസത്തിലെ 30 വ്യാഴാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. തിരക്ക് കണക്കിലെടുത്ത് ഭക്തരെ കൊടിമരം വഴി കയറ്റിവിട്ടു. ശയന പ്രദക്ഷിണത്തിനും ചുറ്റമ്പല ദർശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി. ഉച്ചപൂജ കഴിഞ്ഞ് നടയടയ്ക്കാൻ 2.5 മണിക്കൂർ വൈകി. തിരക്കേറിയതോടെ വരി നിൽക്കാതെ ദർശനം നടത്താൻ നെയ്വിളക്ക് ഷീട്ടാക്കാനും തിരക്കായിരുന്നു. 60 വിവാഹങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ നടന്നു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ തോട്ടിൽ ചീങ്കണ്ണി കുഞ്ഞുങ്ങളെ കണ്ടെത്തി. വെറ്റിലപ്പാറ 13 ജംഗ്ഷന് സമീപം തോട്ടിലൂടെയാണ് ചീങ്കണ്ണി കുഞ്ഞുങ്ങൾ എത്തിയത്. ഒരെണ്ണം സമീപത്തെ വീടിനടുത്തും
എത്തിയിരുന്നു. തോട്ടിൽ കുളിക്കാനെത്തിയ സ്ത്രീകളാണ് ചെങ്കണ്ണികളെ കണ്ടത്. തെങ്ങ് മുറിക്കുന്നതിനിടെ മറിഞ്ഞു വീണ തൊഴിലാളി മരിച്ചു. മൂന്നുമുറി ഒൻപതുങ്ങൽ കലങ്ങോല വീട്ടിൽ 62 വയസ്സുള്ള ജോസാണ് മരിച്ചത്. ഒൻപതുങ്ങലിലെ സ്വകാര്യ പറമ്പിൽ തെങ്ങ് മുറിക്കുന്നതിനിടയിലാണ് അപകടം പറ്റിയ ഉടൻ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വെള്ളിക്കുളങ്ങര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അന്തർ സംസ്ഥാന മാലമോഷണ സംഘം തൃശൂരിൽ പിടിയിലായി. വടക്കാഞ്ചേരി കല്ലമ്പറമ്പ് സ്വദേശി വടരാട്ടിൽ വീട്ടിൽ അനുരാഗ്, കൊല്ലം സ്വദേശി ചിറയൻ പുത്തൻ വീട്ടിൽ സാജു എന്ന് വിളിക്കുന്ന സാജുദ്ദീൻ എന്നിവരെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സിറ്റി സാഗോക് ടീമും മെഡിക്കൽ കോളേജ് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ച തൃശൂർ മെഡിക്കൽ കോളേജ് പരിധിയിൽ നിന്നും സ്ത്രീയുടെ മാല പൊട്ടിച്ച കേസിലെ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ദേശമംഗലത്ത് ഇടിമിന്നലിൽ ഇലക്ട്രിക് സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിച്ച് കോളേജ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. ദേശമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം താമസിക്കുന്ന വട്ടപ്പറമ്പിൽ സതീശന്റെ മകൾ അനശ്വരയ്ക്കാണ് പരിക്കേറ്റത്. അനശ്വരയുടെ വസ്ത്രത്തിന് തീപിടിക്കുകയും കാലിൽ പൊള്ളലേൽക്കുകയും ചെയ്തു. കനത്ത മഴയോടൊപ്പമുണ്ടായ ഇടിമിന്നലിൽ അടുക്കള ഭാഗത്ത് തീഗോളം വരികയും ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടിത്തെറിക്കുകയുമായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. സതീശന്റെ അമ്മ ജാനകിക്കും ഭാര്യ സുബിതയ്ക്കും നിസ്സാര പരിക്കേറ്റു. ഓടിട്ട വീടിനും കേടുപാടുകൾ സംഭവിച്ചു. വാതിലടച്ചിട്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഇടയ്ക്ക് ഇപ്പോൾ മോള് പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകാം, അമ്മ വേഗം ആയോ നല്ല മിന്നുന്നുണ്ട് പറഞ്ഞപ്പോൾ അവൾ ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് കട്ടിലുമ്പോൾ കയറി ഇരുന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അത് പൊട്ടി ആകെ പുക മഴയായി അവിടെ. മാള കോൾക്കുന്നിൽ പാടത്ത് നിന്ന് 1.25 കിലോ കഞ്ചാവ് കണ്ടെത്തി. പോലീസിനെ കണ്ടപ്പോൾ ഇവിടെയുണ്ടായിരുന്ന 2 പേർ കഞ്ചാവ് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. മാള SI CK സുരേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. തൃശൂർ പഴയനടക്കാവ് പാണ്ഡ്യ സമൂഹമഠം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള ഭജനോത്സവം തുടരുന്നു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഭജനോത്സവത്തിന്റെ 2ാം ദിനം ഗംഗാ ശശിധരനും CS അനുരൂപും സംഘവും അവതരിപ്പിച്ച വയലിൻ കച്ചേരി അരങ്ങേറി. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മുതൽ ഗുരുവായൂർ പ്രകാശം സംഘവും അവതരിപ്പിക്കുന്ന ഭജന അരങ്ങേറും. ഞായറാഴ്ചയാണ് പ്രതിഷ്ഠാ ദിനം. പ്രധാന വാർത്തകൾ വീണ്ടും. ആവേശം സിനിമാ മോഡൽ പാർട്ടി നടത്തിയ ഗുണ്ടാ നേതാവ് കുറ്റൂർ സ്വദേശി അനൂപിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. രാത്രികാല പട്രോളിംഗ് ശക്തമാക്കി പോലീസ്. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയ 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയതായി പരാതി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവ് സംഭവിച്ചതായി ആക്ഷേപം. വേനൽ ചതിച്ചതോടെ ദുരിതത്തിലായി ചൂരക്കാട്ടുകര മുതുവറ കോൾപ്പടവിലെ കർഷകർ. വേനലിൽ നെല്ല് പതിരായതോടെ കർഷകർക്ക് കോടികളുടെ നഷ്ടം. തൃക്കുമാരംകുടം കുളത്തിൽ നിന്നുള്ള മാലിന്യവും ചളിയും ലാലൂരിൽ നിക്ഷേപിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം. പ്രദേശത്ത് ദുർഗന്ധവും കൊതുക് ശല്യവും രൂക്ഷമാകുന്നതായി പരാതി. പാലപ്പള്ളി ജനവാസ മേഖലയിൽ പുലിയെ നിരീക്ഷിക്കാൻ വനവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. പുലിയിറങ്ങി പശുക്കുട്ടികളെ പിടികൂടിയ പ്രദേശത്താണ് അധികൃതർ ക്യാമറകൾ സ്ഥാപിച്ചത്. ഗുരുവായൂരിൽ ബഹുനില ഡോർമിറ്ററി ശുചിമുറി മന്ദിരം ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഭക്തർക്ക് തുറന്നു നൽകിയില്ല. വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും നിർവാഹമില്ലാതെ ഭക്തർ നട്ടം തിരിയുമ്പോഴാണ് ദേവസ്വത്തിന്റെ അനാസ്ഥ. സംസ്ഥാനത്ത് കാലവർഷം ഈ മാസം 31-നെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 7 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.